ബീഹാർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്കാൻഡലിൽ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയെ വെളുപ്പിച്ചതിന് ശേഷം രാജ്യസഭയിലേക്ക് പോയപ്പോൾ ലീഗ് വായിൽ വെള്ളം ഒഴിച്ചു മിണ്ടാതിരിക്കായിരുന്നു നജ്മ. രംഗനാഥ് മിശ്ര സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസിന് പങ്കില്ല എന്ന് ചീട്ടെഴുതി കൊടുത്തതിന് ശേഷം MP ആകാൻ പോയപ്പോൾ ലീഗ് വെള്ളം ഒഴിച്ചിരിക്കായിരുന്നു വായില്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ ആരാണ്? അവരുടെ ലക്ഷ്യമെന്താണ്? CJPയിലൂടെ ഡിജിറ്റൽ കലാപമാണോ? യുവാക്കളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു പുതിയ മുഖമാണോ ഇന്ത്യയിൽ തുറക്കുന്നത്? മുഖ്യധാര രാഷ്ട്രീയത്തെ ഇത് കുലുക്കുമോ? നിരോധിച്ച് ഇവരെ നിർവീര്യരാക്കാൻ കഴിയുമോ? നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലുണ്ടായ പ്രക്ഷോഭത്തിൻ്റെ മാതൃകയിലാണോ ഈ മുന്നേറ്റവും? രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഗൂഢനീക്കമാണോ ഇത്? ശ്രീമതി നജ്മ തബ്ഷിറ, ഇത് വളരെ ഓർഗാനിക്കായുള്ള, വളരെ ജെനുവിനായ യുവരോഷമാണോ? തീർച്ചയായും അവരുടെ ഒരു മീഡിയയിലാണ്, അവരുടെ ഒരു ഭാഷയിലാണ് ഈ പറയുന്ന മൂവ്മെന്റ്, നമുക്കിതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എന്നോ ഇപ്പോൾ വിളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിലല്ല ഒരു മൂവ്മെന്റ് ഉണ്ടായി വരുന്നത്. പക്ഷെ ആ മൂവ്മെന്റിന്റെ തുടക്കത്തിൽ തന്നെ അത് ഭരണകൂടത്തെ ഇത്രയധികം ഭയപ്പെടുത്തുകയും ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 22.2 മില്യൺ ആണ് ഇൻസ്റ്റഗ്രാമിൽ CJPയുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. ഭയങ്കരം തന്നെ. അവരുയർത്തുന്ന വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഒന്നാമതായിട്ട് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാസ് അപ്പീലിലേക്കൊക്കെ പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഇത് ജെനുവിൻ ആണോ, ഇതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് ഇപ്പോഴത്തെ ഒരു ഇത് വളരെ ശൈശവദശയാണെന്ന് പറയാം, ഈ സമയത്ത് നമുക്ക് പറയാറായിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇതിനെ കാണുന്നത് നിലവിൽ ഈ CJP മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ യങ് ജനറേഷൻ മുന്നോട്ട് വെക്കുന്ന ഈ ഇഷ്യൂ എല്ലാം ജെനുവിൻ ആണ്. കൂട്ടിച്ചേർക്കാനുള്ളത് മുനവർലി ശിഹാബ് തങ്ങളും, ഞാൻ യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധിയാണ്, മുനവർലി ശിഹാബ് തങ്ങളും ഇതുപോലെ നമ്മൾ ഈ മൂവ്മെന്റിനെ ചെറുതാക്കി കാണരുതെന്നും ആ ഇഷ്യൂ നമ്മൾ ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏറ്റെടുക്കേണ്ട വിഷയങ്ങളാണ് എന്നും ഇത് അവഗണിച്ച് ഒരു കാലത്തും ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നും വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ? ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്ത് യുവാക്കളെ, കൗമാരക്കാരെ ഒക്കെ രോഷാകുലരാക്കുന്ന വിവിധ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ യുവരോഷം ഉയരും എന്നത് വളരെ പ്രധാനമല്ലേ? അത് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായാൽ അത് ആളിപ്പടരുമെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സമരം ചെയ്യുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെയും ഞങ്ങൾ പ്രതിഷേധിക്കുമെന്നാണ് 2 ദിവസം മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ അങ്ങനെയുള്ള ഒരു പിന്തുണയ്ക്ക് പോലും ഈ പുതിയ തലമുറയിലുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല. അത് ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ ആ ഒരു പിന്തുണ അവർ കൊടുക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യക്ഷത്തിൽ BJPക്കെതിരായിട്ടുള്ള, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ന് പറയുമ്പോഴും ഞാൻ കരുതുന്നത് അവരവിടെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടിയുടെ സ്പേസ് ആണ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറ്റാരുടെയും ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇവർക്കൊരു വേരോട്ടം ഉണ്ടാവുക, നാഷണൽ ശ്രദ്ധ കിട്ടുക, ഇന്റർനാഷണൽ ശ്രദ്ധ കിട്ടുക എന്നൊക്കെ പറഞ്ഞത് ഓർഗാനിക്കായിട്ട് ഇത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള ഒരു വിമർശനമുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഈ വിഷയം ഇവരിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റെടുത്തു എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ ഈ നീറ്റ് പേപ്പർ ലീക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ് അതിലുള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പ്രതിപക്ഷത്തിന് ഉള്ള ഒരു സ്പേസ് കണ്ടെത്തുക, കുറച്ചുകൂടി ബെറ്ററായിട്ട് ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷ മോഡൽ ഉയർത്തുക എന്നൊക്കെ പറയുമ്പോൾ പ്രതിപക്ഷത്തിന് പോലും കാര്യമായിട്ട് ഉന്നയിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് ഡൗൺ റൈറ്റ് ആന്റി ഡെമോക്രാറ്റിക് ആണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതിന് കാരണം അവരുടെ ആ ലക്ഷ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചിലതൊക്കെ ഫാഷിസവുമാണ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് അംബാനി, അദാനി ഇവരുടെ മീഡിയ പ്രസൻസിനെ ബ്ലാങ്കറ്റായിട്ട് എതിർക്കുകയാണ്. അവരുടെ മീഡിയ ലൈസൻസ് എല്ലാം ഇന്ത്യയിൽ റദ്ദാക്കണം എന്നവർ പറയുകയാണ്.
അത് എന്ത് തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതല്ല ഉദ്ദേശം. ഇപ്പോൾ അംബാനി അദാനി ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള CNN പോലെ CNBC, News 18, ഫസ്റ്റ് പോസ്റ്റ്, മണി കൺട്രോൾ, NDTV, IANS പോലെയുള്ള അഗ്രഗേഷൻ ആൾക്കാർ ഇതൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ള നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇവരൊക്കെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് കാണിച്ചു എന്ന് പറയാനായിട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ ഞങ്ങൾക്ക് അംബാനിയും അദാനിയും ഇഷ്ടമല്ല, അതുകൊണ്ട് അവരെ നിരോധിക്കണം എന്ന് പറയുന്നത് എന്ത് തരം ജനാധിപത്യ ബോധമാണ്? അത് പൂർണ്ണമായിട്ടും ഫാഷിസമാണ്. അങ്ങനെയാണെങ്കിൽ CJP എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഞങ്ങൾ അങ്ങ് ബാൻ ചെയ്യുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നെങ്കിൽ, ഇപ്പോൾ അതിൽ കുറേ ബാനൊക്കെ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരു ലീഗൽ നോട്ടീസ് അനുസരിച്ചിട്ട് നമ്മളത് കംപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് ഇവർക്ക് എങ്ങനെ കഴിയും? ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അംബാനി അദാനിയുടെ മീഡിയ വർക്ക് ചെയ്യണ്ട എന്നാണ് ഇവർ പറയുന്നത് എങ്കിൽ ശരി, ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത CJP വർക്ക് ചെയ്യണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ എന്ത് ന്യായത്തിന്റെ പേരിൽ പിന്നീട് അതിനെ എതിർക്കാനായിട്ട് സാധിക്കും? അതേപോലെ നമ്മൾ നോക്കുക, ഈ ഗോദി മീഡിയയുടെ ആങ്കേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക. ഇവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. BJPക്കെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആരോപണം എന്താണ്? അവർക്കെതിരായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ, അത് വിദേശ മാധ്യമ സ്ഥാപനങ്ങളുടെ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉൾപ്പെടെ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ED അയക്കുന്നു എന്നല്ലേ? അപ്പൊ ആ പറയുന്നത് ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊ നിങ്ങൾ ആരെയാണോ എതിർക്കുന്നത്, അവർ പറയുന്ന കാര്യം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം അതിനേക്കാൾ വലുതായി ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ ഫാഷിസ്റ്റേ ആകുന്നുള്ളൂ. ഇവിടെ ശ്രീജിത്ത് പണിക്കർ അവതരിപ്പിച്ച വളരെ ഷുഗർ കോട്ടഡ് ആയിട്ട് ഈ ഒരു മൂവ്മെന്റിന്റെ ഫാഷിസ്റ്റ് മൂവ്മെന്റ് എന്ന് ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിമാണോ എന്ന് ചോദിച്ച് അവരുടെ വീടുകളിലേക്ക് ബുൾഡോസർ വരുന്ന ഒരു കാലത്തെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പം, ഗൗരി ലങ്കേഷ് മുതൽക്ക് അങ്ങോട്ടുള്ള ഉദാഹരണങ്ങൾ എടുക്കാം, ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കാൻ ശ്രമിക്കുമ്പം അവർക്കെതിരെ UAPA ഉണ്ടാവുകയും അവരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു നാടിനെയാണ് ഈ കുട്ടികൾ വിറ്റ്നസ് ചെയ്യുന്നത്. എന്താണ് നിന്റെ പ്രശ്നം? പാർട്ടി വിടുന്നവർക്ക് 20 വർഷം ബാൻ വേണമെന്ന് പറയുന്നതിൽ നമുക്ക് ലോജിക്കലി അതിനകത്ത് നിയമപരമായി നമുക്ക് അതിനകത്ത് പ്രശ്നം തോന്നിയേക്കാം. ശരിയാണ്, ഈ നാട്ടിൽ നിയമമുണ്ടല്ലോ എന്ന് വളരെ വളരെ ലോജിക്കലി നമുക്ക് മറുപടി അറിയാം. പക്ഷെ അവരത് പറയുന്നതിനുള്ള കാരണം എന്താണ്? ഇപ്പം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു പാർട്ടിയുടെ വളരെ സെക്യുലർ ആണെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുകയും ആ പാർട്ടി മൊത്തം എടുത്ത് തൂക്കിയിട്ട് ഒരു രാഘവ് ചന്ദയും കൂട്ടരും പാർട്ടി വിടുകയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ഞാൻ ഇപ്പോഴാണ് റൈറ്റ് പ്ലേസിലെത്തിയത്, ഐ എം ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം കൂടാൻ ഒരു മടിയും കാണിക്കാത്ത രാഷ്ട്രീയക്കാരുണ്ടാവുമ്പോൾ അവരത് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇവിടെ ശ്രീ നജ്മ ഞാൻ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഫാഷിസത്തിനെ ഫാഷിസം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഫാഷിസ്റ്റ് മുദ്രാവാക്യങ്ങളും അവരുടെ മുദ്രാവാക്യങ്ങളായിട്ട് അത് പറയുമ്പോൾ അത് കുഴപ്പമില്ല, മറ്റുള്ള ആൾക്കാർ പറയുന്നത് മാത്രമാണ് ഫാഷിസം എന്ന ലൈൻ സ്വീകരിക്കരുത്. അംബാനിയുടെയും അദാനിയുടെയും മീഡിയ ലൈസൻസ് ഉടൻ റദ്ദ് ചെയ്യണം എന്ന് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ അറിയാം ഈ ആൾക്കാർക്ക് നിയമങ്ങളെക്കുറിച്ചും ഭരണത്തിനെക്കുറിച്ചും ജനാധിപത്യത്തിനെക്കുറിച്ചും എത്രത്തോളം ബോധ്യമുണ്ട് എന്ന്. അവർ പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ഒരു ഫാഷിസ്റ്റ് സ്റ്റെപ്പാണ്, ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം. ആ വിവരക്കേടിനെ ഉൾപ്പെടെ ന്യായീകരിക്കാനായിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ ബോധത്തിന്റെ ശോച്യാവസ്ഥയാണ് കാണിക്കുന്നത്. മുതലും പലിശ ചേർത്ത് കിട്ടി. തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം ഇടുക്കിയിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ലീഗാണ് കേരളത്തിൽ നിയമങ്ങൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ നജ്മ എവിടെ പോയി? അല്ല, ഒരു സെക്കൻഡ്, നജ്മ എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. നജ്മ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നു. നജ്മ ശബ്ദം ബഹളം വെച്ച് ഇല്ലാതാക്കണ്ട, ബഹളം വെച്ചില്ലാതാക്കണ്ട. ബിനു അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. എന്റെ സമയത്ത് ഞാൻ സംസാരിക്കട്ടെ. കേരളത്തിലെ നിയമങ്ങൾ ഇനി ലീഗ് പറയും എന്ന് പറഞ്ഞപ്പോ നജ്മയുടെ ജനാധിപത്യ ബോധം എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബഹാറുൽ ഇസ്ലാം ബീഹാർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്കാൻഡലിൽ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയെ വെളുപ്പിച്ചതിന് ശേഷം രാജ്യസഭയിലേക്ക് പോയപ്പോൾ ലീഗ് വായിൽ വെള്ളം ഒഴിച്ചു മിണ്ടാതിരിക്കായിരുന്നു നജ്മ.
പറയരുത് എന്ന് ബഹാറുൽ ഇസ്ലാം മാത്രമാണ് ഞാൻ ബീഹാർ ഇടപെടുന്നത്. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് സ്കാൻഡലിൽ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗന്നാഥ് ഞാൻ മിശ്രയെ പറയുന്നത് വെളുപ്പിച്ചതിന് താങ്കൾ കേൾക്കുന്നില്ല. ശേഷം രാജ്യസഭയിലേക്ക് പോയപ്പോൾ ലീഗ് വായിൽ വെള്ളം ഒഴിച്ചും മിണ്ടാതിരിക്കായിരുന്നു നജ്മ. രംഗനാഥ് മിശ്ര സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസിന് പങ്കില്ല എന്ന് ചീട്ടെഴുതി കൊടുത്തതിന് ശേഷം MP ആകാൻ പോയപ്പോൾ ലീഗ് വെള്ളം ഒഴിച്ചിരിക്കായിരുന്നു വായില്. എല്ലാ പാർട്ടികളും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതാണെന്ന് ശ്രീ ബെൻസ്റ്റൺ ഇവിടെ പറഞ്ഞു. എന്നാൽ എല്ലാ പാർട്ടികളെയും അൺഫോളോ ചെയ്യണമെന്ന് ഇവർ പറയണം. അവർ പറയുന്നത് ഒരൊറ്റ പാർട്ടിയാ. നജ്മ, നിങ്ങൾ ജനാധിപത്യ ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാളുടെ വോയിസിനെ ഷട്ട് ഡൗൺ ഏതായാലും ഇത് യുവാക്കളുടെ പ്രതിഷേധമാണ്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയം ഉള്ളവരുണ്ട്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.